ശബരിമല മതാതീത ആത്മീയതയുടെ കേന്ദ്രമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുന്ന കാലത്തിനനുസരിച്ച് ഉയർന്നു ചിന്തിക്കേണ്ടതിനാലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. ഭക്തി കേവലം പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയുണ്ടെന്നും അവ മുൻനിർത്തി അവർ സംഗമം തടയാൻ ശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയുടെ വികസനത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞും വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുമായിരുന്നു അയ്യപ്പ സംഗമത്തിലെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. ശബരിമലയ്ക്ക് വേറിട്ട തനതായ ചരിത്രവും ഐതിഹ്യങ്ങളുമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം വർദ്ധിക്കുമ്പോൾ തീർത്ഥാടനം കൂടുതൽ സുഗമമാക്കാനും ആയാസരഹിതമാക്കാനും ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിനാണ് അയ്യപ്പ സംഗമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത്? അത് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത്. ഭക്തജനങ്ങളിൽ തന്നെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് ആവശ്യം. അതിനുകൂടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭക്തജന സംഗമം. ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരായ വിമർശനങ്ങളിലും ആരോപണങ്ങളിലും ഭഗവത്ഗീതയിലെ ശ്ലോകമുദ്ധരിച്ച് മുഖ്യമന്ത്രിയുടെ മറുപടി. യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയേ ചെയ്യാനാകും. ഭക്തി കേവലമൊരു പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയുണ്ടാവാം, അവർക്ക് പ്രത്യേക താല്പര്യങ്ങളുണ്ടാവാം. അവ മുൻനിർത്തി അവർ ഭക്തജന സംഗമം തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി നോക്കി. തമിഴ്നാട്ടിൽ നിന്നുള്ള ശേഖർ ബാബു, പളനിവേൽ ത്യാഗരാജൻ എന്നിവർ മാത്രമാണ് കേരളത്തിന് പുറത്തുനിന്ന് പങ്കെടുത്ത മന്ത്രിമാർ. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള സമുദായ നേതാക്കളടക്കം 3000-ഓളം പേരാണ് സംഗമത്തിന്റെ ഭാഗമായത്. കേരള വിഷൻ ന്യൂസ്, പമ്പ.